നിങ്ങളാണ് കസ്റ്റമർ, ഞാനാണ് ഷോപ്പ് കീപ്പർ. അപ്പോൾ നിങ്ങൾ എൻ്റെ കടയിൽ വരുന്നു, നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കേണ്ടി വരികയാണ്. വിചാരിച്ചോളൂ, വിചാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായ ഒരു സംഭാഷണം ഹിന്ദിയിൽ എങ്ങനെ ഒരു കടക്കാരോട് സംസാരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കടയിൽ വരുന്നു, നിങ്ങൾ എന്നെ കാണുകയാണ്. അതെന്താണെന്നറിയോ? നിങ്ങൾ പറയും, നമസ്കാർ ജി കേസേ ഹോ ആപ്, നമസ്കാർ ജി കേസേ ഹോ ആപ്, നമസ്കാർ ജി കേസേ ഹോ ആപ്. അങ്ങനല്ലേ നമ്മളൊരു കടക്കാരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം അല്ലേ? നമസ്കാർ ജി എന്ന് വെച്ചാൽ നമസ്കാരം എന്നാണ്. പിന്നെ പറയാണ് കേസേ ഹോ ആപ്, നിങ്ങൾക്ക് സുഖമാണോ? അല്ല, കേസേ ഹോ ആപ്, ആപ് കേസേ ഹോ എന്നല്ലേ? അതെ, തീർച്ചയായിട്ടും ഇത് സംസാര ഭാഷയാണ്. ഈ സംസാര ഭാഷയിൽ നമ്മൾ ആപ് കേസേ ഹോ അല്ലെങ്കിൽ കേസേ ഹോ ആപ് അങ്ങനെയൊക്കെ ചോദിക്കാം. നമ്മൾ മലയാളത്തിൽ ചോദിക്കാറല്ലേ? ചോദിക്കാറല്ലേ, നിനക്ക് സുഖമാണോ? സുഖമാണോ നിനക്ക് ചോദിക്കാറില്ലേ? സുഖമാണോ നിനക്ക്? അത് അപ്പോൾ നിനക്ക് ലാസ്റ്റ് പറയാറുണ്ട്. അതേപോലെ ഹിന്ദിയിലും ഇങ്ങനെ പറയാറുണ്ട്, കേസേ ഹോ ആപ് അല്ലെങ്കിൽ ആപ് കേസേ ഹോ. രണ്ടും വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഷോപ്പ് കീപ്പർ, നിങ്ങൾ എന്നെ കാണുന്നു, എന്താ പറയുന്നത്? നമസ്കാർ ജി കേസേ ഹോ ആപ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോപ്പ് കീപ്പറായ ഞാൻ എന്ത് പറയും? നിങ്ങൾ എന്നോട് നമസ്കാർ ജി പറഞ്ഞല്ലോ, അപ്പോൾ ഞാനും പറയുന്നത് നമസ്തേ, മേ ഠീക് ഹും, മേ ഠീക് ഹും, എനിക്ക് സുഖമാണ്, എനിക്ക് സുഖമാണ്. കാരണം നിങ്ങൾ ചോദിച്ചല്ലോ എന്ത്, കേസേ ഹോ ആപ്, നിങ്ങൾക്ക് സുഖമാണോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് മേ ഠീക് ഹും, മേ ഠീക് ഹും, എനിക്ക് സുഖമാണ്. ആപ് സുനാവോ, ആപ് സുനാവോ. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രയോഗം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് സുഖമാണോ, അപ്പോൾ ഞാൻ എന്ത് പറയും? എനിക്ക് സുഖമാണ്. നീ പറ എന്ന് പറയല്ലേ, നമ്മൾ മലയാളത്തിൽ പറയല്ലേ? എനിക്ക് സുഖമാണ്, നിങ്ങൾ പറ, നീ പറ, നിനക്ക് സുഖമാണോ എന്നുള്ളൊരു ഇതല്ലോ, നമ്മൾ തിരിച്ചു വയ്ക്കൂല. അതാണ് ഇവിടെ എന്താ പറയുക, ആപ് സുനാവോ, മേ ഠീക് ഹും, ആപ് സുനാവോ, ആപ് സുനാവോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളും പറയും അല്ലേ? അപ്പോൾ എന്താ പറയുക? കസ്റ്റമർ പറയാണ് മേ ബി, മേ ബി, മേ ബി, എനിക്കും എന്നുള്ളതാണ് ബി, മേ ബി ഠീക് ഹും, എനിക്കും സുഖമാണ്, എനിക്കും സുഖമാണ്, മേ ബി ഠീക് ഹും, മേ ബി ഠീക് ഹും. പിന്നെ നമ്മൾ ചോദിക്കണേ, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ എവിടെയായിരുന്നു? കണ്ടില്ല. നമ്മൾ കടയിൽ വന്നിരുന്നു, ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു, പക്ഷെ കണ്ടില്ല. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കണം ആ ഷോപ്പ് കീപ്പർ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണം, ഇന്നലെ വന്നിരുന്നു കടയിൽ, പക്ഷെ കണ്ടില്ല, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു ചോദിക്കണം. ചോദിക്കാം കൽ ഷാം കോ, കൽ ഷാം കോ, ഇന്നലെ വൈകുന്നേരം. കൽ ഷാം കോ ആപ് കഹാ തെ, കൽ ഷാം കോ ആപ് കഹാ തെ, കൽ ഷാം കോ ആപ് കഹാ തെ, ഇന്നലെ വൈകുന്നേരം നിങ്ങൾ എവിടെയായിരുന്നു എന്നായി. അപ്പോൾ ഞാൻ പറയാണ് ഞാൻ എവിടെയോ പോയിരുന്നു. അപ്പോൾ ഞാൻ പറയാണ് കാരണം ഇന്നലെ വൈകുന്നേരം എനിക്ക് കട തുറക്കാൻ കഴിഞ്ഞില്ല, ഞാൻ എവിടെ പോയിരുന്നു. അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറയണം. അത് വേണ്ടോ? ഞാൻ പറയാണ് നിങ്ങളോട്, ഷോപ്പ് കീപ്പർ പറയാണ് മേ കൈ ചല ഗയാത്ത. ഇതങ്ങനെയാണ് പറയാം, ഇതങ്ങനെ തന്നെ ഒരു 10 പ്രാവശ്യം പറയാം. മേ കഹി ചല ഗയാത്ത, ഞാൻ വേറെ എവിടെയോ അല്ലെങ്കിൽ ഞാൻ എവിടെയോ പോയിരുന്നു. ഞാൻ കഹി എവിടെയോ, ചല ഗയാത്ത പോയിരുന്നു ആണ്, ചല ഗയാത്ത പോയിരുന്നു. മേ കൈ ചല ഗയാത്ത, മേ കഹി ചല ഗയാത്ത. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രയോഗം പറയാം. ആരെങ്കിലും നിങ്ങൾ ചോദിക്കാണ് ആപ് കൽ കഹാ അല്ലെങ്കിൽ ആപ് കൽ കഹാത്തെ, ആപ് കൽ കഹാത്തെ അല്ലെങ്കിൽ കൽ കഹാത്തെ, ഇന്നലെ എവിടെയായിരുന്നു ചോദിക്കണം. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പറയണത് ഞാൻ ഇന്നലെ എവിടെ പോയിരുന്നു എന്ന് പറയണം. അപ്പോൾ പറയാം മേ കഹി ചല ഗയാത്ത, മേ കഹി ചല ഗയാത്ത. പറയുമ്പോൾ കുറച്ചൊരു എക്സ്പ്രഷൻ കൂടി കൊണ്ടുവന്നാൽ പെർഫെക്റ്റ്. എന്താണ്? മേ കഹി ചല ഗയാത്ത പറഞ്ഞു. ഇനി അടുത്താണ് കസ്റ്റമർ. നിങ്ങൾ എന്നോട് പറയാണ് നിങ്ങൾക്ക് 1 കിലോ അരി വാങ്ങണം. അപ്പോൾ അത് നിങ്ങൾ എന്നോട് പറയാണ്. കസ്റ്റമർ എന്താണ്? അച്ഛാ, പറഞ്ഞല്ലോ ഇന്നലെ എവിടെ പോയെന്ന് പറഞ്ഞല്ലോ. അച്ഛാ മുജെ 1 കിലോ, ഇവിടെ ഉണ്ടോ? മുജെ 1 കിലോ, എനിക്ക് 1 കിലോ എന്നായി. മുജെ 1 കിലോ ബടിയ വാല, ബടിയ വാല, ബടിയ വാല എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, ബടിയ വാല. അപ്പോൾ എന്തായി? മുജെ 1 കിലോ ബടിയ വാല, എനിക്ക് 1 കിലോ നല്ല, വളരെ നല്ല, വളരെ നല്ല ചാവൽ. ചാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി എന്നാണ്, അരി. ചാവൽ ചാഹിയേ വേണം. അപ്പോൾ എന്തായി? അപ്പോൾ നമ്മൾ പറയാണ് മുജെ 1 കിലോ ബടിയ വാല ചാവൽ ചാഹിയേ എന്നാണ്. മുജെ 1 കിലോ ബടിയ വാല ചാവൽ ചാഹിയേ. ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ, ഇതൊരു 10 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു നോക്കൂ.
അത് പഠിയും. നമ്മൾ ആ പറയേണ്ട സാഹചര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് വരും. പക്ഷേ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. സ്വയം ചെയ്യുക. ആരും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്വയം ചെയ്യുക. എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ഷോപ്പ് കീപ്പർ ആവുക, നിങ്ങൾ കസ്റ്റമർ ആവുക. ഷോപ്പ് കീപ്പർ കസ്റ്റമർ പറയുന്നേ, ഇത് പ്രാക്ടീസ് ചെയ്യണ്ടേ. അതാണ് മുझे 1 കിലോ ബടിയ വാല ചാവൽ ചായേ. എനിക്ക് 1 കിലോ വളരെ നല്ല എന്ത് വേണം, അരി വേണം എന്നായി. അപ്പോൾ ഷോപ്പ് കീപ്പർ എന്താണ്? അപ്പോൾ ഷോപ്പ് കീപ്പർ ഇവിടെ കണ്ടോ, യേ ലജാവോ ഇങ്ങനെ ഒരു കയ്യിൽ കുറച്ച് അരി എടുത്തിട്ട് പറയണത്, യേ ലജാവോ നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളൂ എന്നാണ്. ഇത് കൊണ്ടുപോയിക്കോളൂ. യേ ലജാവോ ये बहुत बढ़िया है, ये ले जाओ ये बहुत बढ़िया है, ये ले जाओ ये बहुत बढ़िया है എന്നാൽ ഇത് വളരെ നല്ലതാണെന്നാണ്. അപ്പോൾ ഷോപ്പ് കീപ്പർ പറഞ്ഞു അല്ലേ, അരി എടുത്തിട്ട് പറഞ്ഞു ये ले जाओ ये बहुत बढ़िया है, ये ले जाओ ये बहुत बढ़िया है. ഇനി അടുത്താണ്. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കണം, അപ്പോൾ നല്ലതല്ലേ ചോദിക്കൂല. അപ്പോൾ എന്തായാലും പൈസ ചോദിക്കണ്ടേ, എത്ര ചോദിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ചോദിക്കണം, കസ്റ്റമർ ചോദിക്കണം, അച്ഛാ ശരി. ഇവിടെ അച്ഛ എന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിക്കല്ല കേട്ടോ. അച്ഛ അതല്ല, ഇവിടെ അച്ഛന ശരി അത് ഓക്കെ എന്ന് നടത്താണ്. ഇവിടെ ഉണ്ടോ, കിത്തനക്കാ ഹെ ഇത് എത്രയാണെന്നുള്ളത്, ഇതിന് എത്രയാണെന്നുള്ളത് ചോദിക്കണം. ഇതിന് എത്രയാണ്? കിത്തനക്കാ ഹെ. ഇവിടെ ഉണ്ടോ യഹ് എന്നാണ് പറയുമ്പോൾ എന്ന് പറയും. കിത്തനക്കാ ഹെ. ഇനി ഒരു സാധനത്തിൻ്റെ വില നമുക്ക് ചോദിക്കണം, ആ സാധനം അവിടെയാണ് വിചാരിക്കുക, കുറച്ച് അവിടെയാണ്. അപ്പോൾ എന്താ പറയുക, ഏന് പകരം വോ എന്ന് പറഞ്ഞാൽ മതി. വോ കിത്തനക്കാ ഹെ ഉണ്ടോ, വോ കിത്തനക്കാ ഹെ, യേ കിത്തനക്കാ ഹെ ഉണ്ടോ, കിത്തനെ കാ ഹെ ഇതിന് എത്രയാണ്. അപ്പോൾ ഞാൻ പറയും നിങ്ങളോട്, ഷോപ്പ് കീപ്പർ ഞാൻ നിങ്ങളോട് പറയാണ്, കടക്കാരൻ പറയാണ്, യേ 40 കാ ഹെ എന്ന് പറഞ്ഞാൽ ഇത് 40-ൻ്റെ ആണെന്ന്, ഇത് 40-ൻ്റെ ആണെന്ന് വെച്ചാൽ 40 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ये 40 का है और ये 40 का है और ये 50 का है, वो 60 का है. 50 എന്ന് പറഞ്ഞാൽ 50, 60 എന്ന് പറഞ്ഞാലോ 60. അപ്പോൾ എന്തായി, ये 40 का है, ये 50 का है, वो 60 का है और वो 70 का है. 70 എന്നാണ് 70, 80 80, 90 90, 100 100. ഓക്കെ. अब എന്തായി, ये 40 का है, ये 40 का है. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ് 40 അല്ലേ, 40 രൂപ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി അരിയല്ലേ. അപ്പോൾ നിങ്ങൾ പറയാണ്, കസ്റ്റമർ നിങ്ങൾ എന്നോട് പറയാണ്, എന്താ പറയണോ, ठीक है ശരി. തോഫർ എന്നാൽ പിന്നെ അല്ലേ, എന്നാൽ പിന്നെ പറയല്ല, തോഫർ എന്നാൽ പിന്നെ 1 കിലോ ദേ ദോ. ഉണ്ടോ, എന്നാൽ പിന്നെ 1 കിലോ തന്നോളൂ എന്നാണ്. എന്നാൽ പിന്നെ 1 കിലോ തന്നോളൂ. തോഫർ 1 കിലോ ദേ ദോ, തോഫർ 1 കിലോ ദേ ദോ. ठीक है, തോഫർ 1 കിലോ ദേ ദോ. ശരി, എന്നാൽ പിന്നെ 1 കിലോ തന്നോളൂ, അല്ലെങ്കിൽ 1 കിലോ എടുത്തോളൂ എന്നൊക്കെ അർത്ഥം. ഓക്കെ. ഇനി അപ്പോൾ അതെടുത്തിട്ട് ഷോപ്പ് കീപ്പർ കടക്കാരൻ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഓർ കുച്ച് ചായേ. ആ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കണം. ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു അത് വരുന്നുണ്ട്. ഓർ കുച്ച് ചായേ, വേറെ എന്തെങ്കിലും വേണോ, ഓർ കുച്ച് ചായേ വേറെ എന്തെങ്കിലും വേണോ എന്നായി. അപ്പോൾ കസ്റ്റമറായ നിങ്ങൾ എന്നോട് പറയുകയാണെന്ത്, നെഹി വേണ്ട, ഓർ കുച്ച് നെഹി ചായേ വേറൊന്നും വേണ്ടെന്നായി. ഓർ കുച്ച് നെഹി ചായേ, നെഹി ഓർ കുച്ച് നെഹി ചായേ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വേറൊന്നും വേണ്ടതാണ്. നിങ്ങൾ ക്യാഷ് എടുത്തു, പൈസ എടുത്തുകൊണ്ട് നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കണം, ഷോപ്പ് കീപ്പർ കൊടുക്കണം. എന്താ വേണോ, പേസ എന്ന് പറഞ്ഞല്ലേ, പിടിച്ചോളി പിടിച്ചോളി പൈസ പറയില്ല. അത് ഹിന്ദിയിൽ ഇങ്ങനെ പറയാം, പേസ പൈസ എന്നല്ല പറയാം, പേസ പിടിച്ചോളി പൈസ. അതെങ്ങനെ പറയുന്നേ, പേസ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോണ്ടല്ലോ, അത് ആക്ഷനോട് കൂടി നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യണം, നിങ്ങൾ സങ്കല്പിക്കണം, നിങ്ങളുടെ മുന്നിൽ യഥാർത്ഥ ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട് വിചാരിക്കണം. അങ്ങനെ ആ ഒരു ആക്ടിങ്ങോട് കൂടി നിങ്ങൾ പറയാം, പെട്ടെന്ന് പഠിയും. അല്ലാതെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച കാര്യമില്ല. നിങ്ങളത് അങ്ങനെ ഇമാജിൻ ചെയ്യണം, സങ്കല്പിക്കണം. ചോദിക്കുക
ഏറെ പൈസ അങ്ങനെ പറയാം. ആരുണ്ടാവില്ല, എന്നാലും സങ്കല്പിച്ച് പറയല്ലേ. ഭായ് സാബ് മുझे 1 കിലോ ബടിയ വാല ചാവൽ ചാഹിയെ ജി. അങ്ങനെ സങ്കല്പിച്ച് പറയാം. പറഞ്ഞു നോക്കൂ, പെട്ടെന്ന് പറയും. ഇനി എന്തായി, അപ്പം എന്തായി, അല്ലേ പൈസ കൊടുത്തു, ഏറെ പൈസ. അപ്പോൾ ഷോപ്പ് കീപ്പർ എന്ന് പറഞ്ഞു, ഷോപ്പ് കീപ്പർ പറഞ്ഞു എന്ത്, ടീക്ക് ഹേ, ശരി, ടീക്ക് ഹേ, ശരി. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വളരെ മനോഹരമായിട്ട് എടുത്തോളൂ. എടുത്തോളൂ സ്ക്രീൻഷോട്ട്. നിർബന്ധമായും സ്ക്രീൻഷോട്ട് എടുക്കുക, വായിക്കുക. എടുത്തല്ലോ, എടുത്തില്ലേ? ഈ സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ സങ്കല്പിക്കുക ഇത് ശരിക്കും നടക്കുകയാണ് എന്നുള്ള ആ ഒരു രീതിയോട് കൂടി സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഷോപ്പ് കീപ്പർ ആവുക, നിങ്ങളുടെ കസ്റ്റമർ ആവുക. അങ്ങോട്ട് ഇങ്ങോട്ട് മാറുക, സംസാരിക്കണേ, കുറേ സംസാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മടിയും കൂടാതെ സംസാരിക്കണം. ഷോപ്പിൽ ചെന്നിട്ടോ സൂപ്പർ മാർക്കറ്റിലോ ചോദിച്ചുകൂടാ. നിങ്ങൾ ഹിന്ദിയിൽ, ഇപ്പോൾ മലയാളികളാണ് വിചാരിക്കുക, ഹിന്ദിയിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ചോദിക്കണം, അവർ എന്തായാലും പറയുക, ഒന്നും പറയില്ല. എന്ന് പറയുന്നത് അവർ, കാരണം ഇപ്പോൾ ഹിന്ദിയൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മടിയും കൂടാതെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പറയണം. इसलिए सबको मेरा बहुत बहुत धन्यवाद.